നോമ്പുകാലം 12-ാം ദിനമാണ് ഇന്ന്. നോമ്പുകാലം ശാക്തീകരണത്തിൻ്റെ കാലമാണ്. വിശ്വാസം ആഴപ്പെടുത്താൻ ഉള്ള കാലം. വിശ്വസ്തതയുടെ ശക്തി എത്രമാത്രം നമ്മിൽ വളർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ള കാലം. പഴയ നിയമം വായിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഇസ്രായേൽ ജനത്തിൻ്റെ വിശ്വാസ്യത, തന്നിലുള്ള വിശ്വാസ്യത എത്രമാത്രമുണ്ടെന്നറിയാനായിട്ട് ദൈവം പലപ്പോഴും പല പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. മരുഭൂമിയിൽ വെച്ച് അവിടെയെല്ലാം ജനം പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അതനുസരിച്ച് ദൈവത്തിൻ്റെ വിശ്വസ്തത ആഴപ്പെടുകയും ചെയ്തു. വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുന്ന ജീവിത പ്രതിസന്ധികളുടെ നടുവിൽ വിശ്വാസം കൈവിടാതെ കർത്താവ് നമ്മെ കാത്തുകൊള്ളും എന്നുള്ളതിൻ്റെ ഒരു അടയാളം യഥാർത്ഥത്തിൽ നമുക്ക് മരുഭൂമിയിലെ ഇസ്രായേൽ ജനത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിക്കാം. അവൻ്റെ വിശ്വസ്തത ആഴമുള്ളതാണ്. ഏശയ്യായുടെ പ്രവചനം 40-ാം അധ്യായത്തിൽ 29-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് അവിടുന്ന് ശക്തി പകരുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം. എന്നാൽ ദൈവത്തിലുള്ള വിശ്വസ്തതയിൽ ആഴപ്പെടുന്നവൻ ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാലും തളരുകയില്ല. ഫിലിപ്പിയർക്കുള്ള ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ നിന്ന് ഇങ്ങനെ വായിക്കുന്നുണ്ട്, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. അവനുള്ള വിശ്വാസമാണ് ഇത് നമ്മെ ശക്തരാക്കുന്നത്. ജോഷുവ 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ശക്തനും ധീരനുമായിരിക്കുക, ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഈ നോമ്പുകാലം വിശ്വസ്തതയുടെ ആഴമളക്കാൻ നമുക്ക് ഉള്ള സമയമായി കരുതണം. നമുക്കറിയാമല്ലോ, ഇന്നെല്ലാവരും വിജയിക്കാനായിട്ടുള്ള മാർഗം പറഞ്ഞു തരുന്നവരാണ്. വിജയിക്കാൻ വന്നവരെല്ലാം പരാജയപ്പെട്ട ചരിത്രമാണുള്ളത്. അവരെല്ലാം ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഒളിഞ്ഞിരിക്കുന്നവരാണ്. എന്നാൽ വിശ്വസ്തരായ അനേകരുണ്ടായിരുന്നു. അവർ ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ, അവനവൻ്റെ വിശ്വസ്തതയിൽ ആഴപ്പെട്ടതുകൊണ്ട് മനുഷ്യഹൃദയങ്ങളിൽ അവർ ജീവിക്കുന്നു. നമുക്ക് ഉണ്ടായിരിക്കേണ്ട ലക്ഷ്യം വിജയിക്കുക അല്ല, വിജയത്തിനുള്ള കുറുക്കുവഴികൾ കണ്ടുപിടിക്കുകയല്ല, വിശ്വസ്തരായിരിക്കുക എന്നതാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ, വിശ്വസ്തരായിരുന്നവരെ. അബ്രാഹം, ലോത്ത്, നോഹ്, പൂർവ്വ യൗസേപ്പ് പിതാവ് തുടങ്ങിയ എല്ലാവരും. ആരെല്ലാം അവിശ്വസ്തരായിരുന്നാലും, തൻ്റെ പ്രിയപ്പെട്ടവർ അവിശ്വസ്തരായിരുന്നപ്പോൾ പോലും കർത്താവ് വിശ്വസ്തനായിരുന്നു. ദൈവത്തോടുള്ള നമ്മുടെ വിശ്വസ്തതയെ പരിശോധിക്കാനുള്ള സമയം ഇതാണ്. എൻ്റെ പരീക്ഷണങ്ങളിൽ എന്നോടുകൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ എന്ന് കർത്താവ് പറയുന്നുണ്ട്. ബലഹീനതയുടെയും കുറവുകളുടെയും മനുഷ്യരായിരുന്നു ഈശോയുടെ ശിഷ്യന്മാർ. അപ്പോഴും ഈശോ പറഞ്ഞു, അവർ തളർന്നുറങ്ങുകയാണ്, അവർ സന്തോഷം കൊണ്ട് കരയുകയാണ്, കർത്താവ് അവരിൽ പൂർണ്ണമായി വിശ്വസിച്ചു. വീഴ്ചകളിൽ കർത്താവ് പരിഗണിക്കുന്ന നമ്മുടെ വിശ്വസ്തതയാണ്. പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ, ദൈവനീതിയെക്കുറിച്ചും അവൻ്റെ വിശ്വസ്തതയെക്കുറിച്ചും നാം ഇവിടെ കാണുന്നു. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലേക്ക് കടന്ന് അവർ അവിശ്വസ്തരായിരുന്നിട്ടും ദൈവം അവരോട് നീതിപൂർവം വിശ്വസ്തനായി പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവപുത്രനായ മിശിഹായിൽ വിശ്വസിക്കുന്നവർ, അവർ അവിശ്വസ്തരായിരുന്നാലും, സ്നേഹം ഇല്ലാത്തവരായാലും, അനീതി പ്രവർത്തിക്കുന്നവരായാലും, വ്യാജം പറയുന്നവരായാലും, ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും കരുതലും കരുണയും ഒരിക്കലും അവിടുന്ന് പിൻവലിക്കുകയില്ല എന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുന്നു. നീതിയും കൃപയും കരുണയും ലഭിക്കാൻ എന്നാൽ വീണ്ടും പാപം ചെയ്യണമോ? ഒരിക്കലും അങ്ങനെയാകാൻ പാടില്ല. 2 കാര്യങ്ങളാണ് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നാം എത്ര തന്നെ തെറ്റുകാരായാലും ദൈവം നീതിയോടും സ്നേഹത്തോടും കൂടി വർത്തിക്കും. കാരണം ദൈവം നീതിയാണ്, സ്നേഹമാണ്, അതിനപ്പുറമാണ്. അവിടുന്ന് വിശ്വസ്തനാണ്. അവിടത്തേക്ക് മറ്റൊരു രീതിയിൽ പ്രവർത്തിക്കുക സാധ്യമല്ല. നീതിയും സ്നേഹവും വിശ്വസ്തയും ദൈവത്തിൻ്റെ ഗുണങ്ങളല്ല.
ദൈവം അതിൻ്റെ പൂർണ്ണതയാണ്. അവൻ വിശ്വസ്തതയുടെ പര്യായമാണ്. അതുകൊണ്ട് അവന് അങ്ങനെ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. അതോടൊപ്പം പൗലോസ്ലീഹ ചോദിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. നമുക്ക് നന്മ കൂടുതൽ ലഭിക്കാൻ വേണ്ടി തിന്മ കൂടുതൽ ചെയ്യണമെന്നുണ്ടോ? അത് ശരിയല്ല. നീതിപൂർവമായ ശിക്ഷ തമ്പുരാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നതാണ് അവിടുന്ന് വിശ്വസ്തനും സ്നേഹത്തിനുമാണ് എന്ന് വിശ്വസിക്കാനുള്ള അടിസ്ഥാനം. എങ്കിൽ പോലും അനീതി പ്രവർത്തിക്കുന്നവരോട് നീതി പ്രവർത്തിക്കുന്നവനല്ല കർത്താവ്. എന്നാൽ അവിടുത്തെ നീതിയും കരുണയും മാനുഷികമായ ബുദ്ധിക്ക് ഗ്രഹിക്കുവാനാവാത്തതാണ് എന്ന് നാം മനസ്സിലാക്കണം. കർത്താവിൻ്റെ നീതിയും സ്നേഹവും വിശ്വസ്തതയും നമുക്ക് അളക്കാൻ സാധിക്കുകയില്ല. അവൻ നീതിപൂർവ്വം നമ്മെ ശിക്ഷിക്കും. അതുകൊണ്ട് ശിക്ഷയെ ഭയന്ന് എന്നതിനേക്കാൾ രക്ഷ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അടുത്ത തിരുസന്നിധിയിൽ അണയാം. കർത്താവ് വിശ്വസ്തനായിരുന്നു, പിതാവിനോട് വിശ്വസ്തൻ. എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ ഞാൻ ആകേണ്ടതല്ലേ അവിടുന്ന് തൻ്റെ മാതാവിനോട് ചോദിച്ചു. ഗദസമേൽ വെച്ച് അവിടുന്ന് വേദനയുടെ ആഴത്തിൽ കരയുന്ന അനുഭവം ഉണ്ടായപ്പോഴും അവിടുന്ന് പറഞ്ഞു, പിതാവേ, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. രണ്ടാമത്തേത്, അവിടുന്ന് തന്നോട് തന്നെ വിശ്വസ്തനായിരുന്നു. എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ നിറവേറ്റേണ്ടവൻ അല്ലേ. മൂന്നാമത്, തനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരുന്നവരോടുള്ള വിശ്വസ്തത അവിടുന്ന് പൂർണ്ണമായിട്ട് നിറവേറ്റി. അവരുടെ രക്ഷയാണല്ലോ എൻ്റെ ജീവിതത്തിൽ പിതാവ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് ഈ 3 തരത്തിലുള്ള വിശ്വസ്തതയും നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിച്ച് വിശ്വസ്തതയിൽ ആഴപ്പെടാൻ, ആ വിശ്വസ്തതയുടെ ആഴം പരിശോധിക്കാനായിട്ട് ഈ നോമ്പുകാലം നമുക്ക് ഉപയോഗപ്പെടുത്താം. കുരിശിൻ്റെ ചുവട്ടിലായിരുന്നു കൊണ്ട് നീ പറുദീസായിലായിരിക്കുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞ നല്ല കള്ളനെ പോലെ നമുക്കും യാചിക്കാം. കർത്താവേ, നീ നിൻ്റെ പിതാവിനോട് വിശ്വസ്തനായിരുന്നത് പോലെ, നീ നിന്നോട് വിശ്വസ്തനായിരുന്നത് പോലെ, നീ ഞങ്ങളോട് എന്നെന്നും വിശ്വസ്തനായിരിക്കുന്നത് പോലെ വിശ്വസ്തനാകാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന്. നിൻ്റെ നീതിക്കും കരുണയ്ക്കും ഒത്തവിധം മാത്രം നീ എന്നോട് പ്രവർത്തിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസതയുടെ പര്യായം, വിശ്വസ്തതയുടെ പര്യായം ഒരു വ്യക്തിയാണ്, അത് ഈശോയാണ്. ഈശോയെ നമുക്ക് മുന്നിൽ കണ്ട് അവനോടൊപ്പം കാൽവരിയിലേക്ക് യാത്ര ചെയ്യാം. നോമ്പ് കാലത്ത് നമ്മുടെ വിശ്വസ്തതയെ നമുക്ക് പരിശോധിക്കാം. എത്രമാത്രം ആഴമുണ്ട്? നമ്മുടെ പ്രവർത്തനങ്ങൾ വിശ്വാസ്യത നിറഞ്ഞതാണോ, അതോ വ്യക്തിപരമായ താല്പര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടോ? വിശ്വസ്തതയോടെ പെരുമാറാം, വിശ്വാസത്തിൻ്റെ വാക്കുകൾ പങ്കിടാം. വിശ്വാസത്തിൻ്റെ പ്രതിഫലനമായി നമ്മുടെ പ്രവർത്തനങ്ങൾ നമുക്ക് മാറ്റാം. അങ്ങനെ നോമ്പ് കാലത്ത് വിശ്വസ്തതയെ, അതിൻ്റെ ആഴത്തെ നമുക്ക് പരിശോധിക്കാം. കർത്താവ് തന്നെ തൻ്റെ ജീവിതം കൊണ്ട് നമ്മെ സഹായിക്കട്ടെ.